നാരായണീയം ദശകം 5 വിരാട് പുരുഷോൽപത്തി. ശ്ലോകം 4. മായാസന്നിഹിതോ അപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപര കാലാദിപ്രതിബോധിതാത ഭവതാ സഞ്ചോദിതാച സ്വയം മായാസാഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യത്തെ. മായാസന്നിഹിത, മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും അപ്രവിഷ്ടവപുഷ, മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനുമായ ഭവാൻ സാക്ഷി ഇതി ഗീത, അങ്ങയെ സാക്ഷി എന്നാണ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. താം ഭേദൈഹി പ്രതിബിംബത, ആ മായയിൽ ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് വിവിശിവാൻ പ്രവേശിച്ച ഭവാൻ തന്നെ ജീവഃ അപി, ജീവാത്മാവും അപരഃ ന ഏവ, മറ്റൊരാളല്ല, ആ ഭഗവാൻ തന്നെയാണ് ജീവാത്മാവ്. അഥ കാലാദിപ്രതിബോധിത, അനന്തരം പ്രകൃതിക്ഷോഭാനന്തരം കാലം, അദൃഷ്ടം, സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ടതും ഭവതാ സംചോദിതാച സാ മായാഖലു, അങ്ങയാൽ നന്നായി പ്രേരിപ്പിക്കപ്പെട്ടതുമായ ആ മായ തന്നെ സ്വയം ബുദ്ധിതത്വം അസൃജത്, താനേ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. യഹ അസൗ മഹാൻ ഉച്യതേ, യാതൊരു ഇതിനെ, അതായത് ബുദ്ധിതത്വത്തെ മഹത്തത്വം എന്ന് പറയുന്നു. മായയിൽ സന്നിധാനം ചെയ്തവനും എന്നാൽ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്തവനുമായ ഭഗവാനെ സാക്ഷി എന്ന് പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിനായി ഒരു ചിലന്തി വല നെയ്യുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ചിലന്തി തന്നിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന നൂലുകൊണ്ട് വല നെയ്യുന്നു. ചിലന്തി ആ വലയിൽ പ്രവേശിക്കുന്നുമില്ല. അതുപോലെയാണ് തൻ്റെ തന്നെ ശക്തിസ്വരൂപിണിയായ മായയെ സൃഷ്ടികർമ്മങ്ങൾക്കായി പ്രേരിപ്പിക്കുകയും എന്നാൽ ഭഗവാൻ മായയിൽ പ്രവേശിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഭഗവാൻ എല്ലാറ്റിനും സാക്ഷിയായി വർത്തിക്കുന്നു. മായാശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന സർവഭൂതങ്ങളിലും ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായി പ്രവേശിച്ച ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ജീവാത്മാവ്. അത് മറ്റൊരാളല്ല, അല്ലെങ്കിൽ മറ്റൊന്നല്ല. ഇതും നമുക്ക് മനസ്സിലാക്കുന്നതിനായി പറയുന്ന ഒരു ഉദാഹരണം, വൈദ്യുതി ഉപയോഗിച്ച് വിവിധ തരത്തിൽ പ്രയോജനപ്പെടുന്ന പല പല യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയാണ് എന്നാണ്. വൈദ്യുതിയുടെ ഉപാധികൾ എന്ന് പറയുന്നത് യന്ത്രങ്ങളാണ്. ഇക്കാണുന്ന പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഭഗവാന്റെ ഉപാധികളാണ്. അങ്ങനെയുള്ള ഉപാധിഭേദങ്ങളിൽ പ്രതിബിംബമായി പ്രവേശിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഓരോ ജീവജാലങ്ങളെയും ചേതനയുള്ളതാക്കി തീർക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ആ ഭഗവത് ചൈതന്യം തന്നെയാണ്, അല്ലാതെ മറ്റൊന്നല്ല. അതാണ് പറയുന്നത്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരനാകുന്നു. തത്വം അസി, അത് ആ ഈശ്വരൻ നീ തന്നെയാകുന്നു, മറ്റൊന്നല്ല എന്ന്. ഈ ശ്ലോകത്തിൽ പിന്നീട് പറയുന്നത് സൃഷ്ടിയുടെ ക്രമത്തെക്കുറിച്ചാണ്. പ്രകൃതിക്ഷോഭാനന്തരം കാലകർമ്മ വാസനാദികളുടെ ഫലമായി ഉണർത്തപ്പെട്ടതും ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടതുമായ മായാശക്തി തനിയെ ആദ്യമായി ബുദ്ധിതത്വം എന്ന മഹത്തത്വത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. മായാസന്നിഹിതോ അപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരാ കാലാദിപ്രതിബോധിതാത ഭവതാ സഞ്ചോദിതാച സ്വയം മായാസാഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ.